പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അമേരിക്ക രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ട്. ഇറാന്റെ സർവനാശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനോടകം തന്നെ ഇറാന്റെ പ്രധാന നേതാക്കളെയെല്ലാം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രയേൽ ആക്രമിച്ച് കൊലപ്പെടുത്തി. ഇതിന് പ്രതികാരമെന്നോണം ഇറാൻ ഇപ്പോൾ കടുത്ത പ്രത്യാക്രമണമാണ് നടത്തിവരുന്നത്. ഇപ്പോൾ ഇതാ സംഘർഷം ഇരട്ടിയാക്കാൻ വൻ സൈനിക പടയെ അയക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ലോകത്തിന് മുന്നിൽ ഭീതി വിതച്ച് പരസ്പരം യുദ്ധമുറകൾ പരീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ. ആയിരക്കണക്കിന് US സൈനികരെ വിന്യസിക്കുന്നതുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യത്തിന്റെ ഗണ്യമായ വികാസം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വ്യോമനാവിക മേഖലകളിൽ നിന്നുള്ള നിർണായക ഊർജ്ജ മാർഗമായ ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ ടാങ്കറുകൾക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ കഴിയുന്നതുൾപ്പെടെ നിരവധി സൈനിക ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കാൻ അധിക സേനയ്ക്ക് കഴിയും. എന്നിരുന്നാലും ഇറാന്റെ തീരത്ത് കരസേനയെ വിന്യസിക്കുന്നതിലേക്ക് ദൗത്യം വ്യാപിപ്പിക്കുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. രാജ്യത്തിന്റെ എണ്ണ കയറ്റുമതിയുടെ 90% കൈകാര്യം ചെയ്യുന്ന ഇറാനിലെ ഖാർക്ക് ദ്വീപിലേക്ക് US സേനയെ അയക്കുന്നതിനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം സുരക്ഷിതമാക്കുന്നതിനെക്കുറിച്ചും ട്രംപ് ഭരണകൂടം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ നീക്കം US ഉന്നത സേനകൾക്ക് പോലും സങ്കീർണവും അപകടകരവുമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇറാന്റെ മിസൈൽ ശേഷികൾ തകർക്കുക, നാവികസേനയെ ദുർബലപ്പെടുത്തുക, ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്നിവ ഉൾപ്പെടെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ലക്ഷ്യങ്ങളിൽ ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇറാന്റെ നാവികസേന, മിസൈൽ സംവിധാനങ്ങൾ, പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട US സൈന്യം തുടർച്ചയായ ആക്രമണങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ചർച്ചകൾ വരുന്നത്. US സെൻട്രൽ കമാൻഡിന്റെ കണക്കനുസരിച്ച് ഫെബ്രുവരി 28-ന് ക്യാമ്പയിൻ ആരംഭിച്ചതിനു ശേഷം 7800-ലധികം ആക്രമണങ്ങൾ നടന്നു. 120-ലധികം ഇറാനിയൻ കപ്പലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും കരസേനയെ വിന്യസിക്കുന്നതിനുള്ള സാധ്യത ഗണ്യമായ രാഷ്ട്രീയ സൈനിക അപകട സാധ്യതകൾ കൂട്ടുകയാണ്. കൂടുതൽ ശക്തമായ ഇടപെടലിന് അമേരിക്കയിൽ പൊതുജന പിന്തുണ പരിമിതവുമാണ്. പുതിയ മിഡിൽ ഈസ്റ്റ് യുദ്ധങ്ങൾ ഒഴിവാക്കുമെന്ന് ട്രംപ് മുമ്പ് പ്രതിജ്ഞ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നത്. കൂടുതൽ US നാവികസേനാംഗങ്ങളുമായി അമേരിക്കൻ യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തെത്തിയിട്ടുണ്ട്. കപ്പലുകളുടെ സഞ്ചാരം നിരീക്ഷിക്കുന്ന AIS ട്രാക്കിംഗ് ഡേറ്റ വഴിയാണ് USS ട്രിപ്പോളി എന്ന അത്യാധുനിക യുദ്ധക്കപ്പലിന്റെ സാന്നിധ്യം സിംഗപ്പൂർ തീരത്ത് കണ്ടെത്തിയത്. ജപ്പാനിലെ ഒക്കിനാവ ആസ്ഥാനമായുള്ള 31ാം മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിലെ 2200ഓളം വരുന്ന ദ്രുത പ്രതികരണ സേനയാണ് ഈ കപ്പലിൽ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് അമേരിക്ക കൊണ്ടുപോകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാർച്ച് 11-ന് ഒക്കിനാവയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ തെക്കൻ ചൈന കടൽ കടന്ന് ചൊവ്വാഴ്ച രാവിലെയാണ് സിംഗപ്പൂർ തീരത്തെത്തിയത്. മണിക്കൂറിൽ ഏകദേശം 22 മൈൽ വേഗതയിലാണ് കപ്പലിന്റെ സഞ്ചാരം. ഏകദേശം 850 അടി നീളവും 45,000 ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലാണ് USS ട്രിപ്പോളി. ഈ കപ്പൽ ഒരു ചെറിയ വിമാനവാഹിനി കപ്പലിന് തുല്യമാണ്. ഇതിൽ A-35 സ്റ്റാറ്റ് യുദ്ധവിമാനങ്ങൾ, സൈനികരെ കരയിലെത്തിക്കാനുള്ള ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ എന്നിവ സജ്ജമാണ്. ഇറാനുമായുള്ള സംഘർഷ സാധ്യതകൾക്കിടയിൽ നിലവിൽ 50,000-ഓളം US സൈനികർ മധ്യപൂർവ്വേഷ്യയിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. ഒഴിപ്പിക്കൽ നടപടികൾക്കും കരയിലും കടലിലും ഒരുപോലെ ആക്രമണം നടത്താനും പരിശീലനം ലഭിച്ചവരാണ് പുതുതായി എത്തുന്ന മറൈൻ വിഭാഗം. സുരക്ഷാ കാരണങ്ങളാൽ കപ്പലിന്റെ കൃത്യമായ ലക്ഷ്യസ്ഥാനമോ എവിടെയാണ് സൈന്യത്തെ വിന്യസിക്കുക എന്നതോ US നേവി വെളിപ്പെടുത്തിയിട്ടില്ല. സാധാരണയായി യുദ്ധക്കപ്പലുകൾ തങ്ങളുടെ ലൊക്കേഷൻ പുറത്തുവിടാറ് ഇല്ലെങ്കിലും ഗതാഗത തിരക്കേറിയ സിംഗപ്പൂർ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ സുരക്ഷ മുൻനിർത്തിയാണ് ട്രാൻസ്പോണ്ടറുകൾ ഓൺ ചെയ്തത്. അതേസമയം ഇറാനുമായുള്ള യുദ്ധം തുടരുന്നതിനായി $200 ബില്യൺ അധിക സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ. ഇത് സംബന്ധിച്ച പ്രമേയം വൈറ്റ് ഹൌസിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ഇറാനുമായുള്ള യുദ്ധത്തിന് ആവശ്യമായ സൈനിക സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാനും കുറഞ്ഞുവരുന്ന ആയുധശേഖരം പുനഃസ്ഥാപിക്കാനുമാണ് ഇത്രയും തുക ആവശ്യപ്പെടുന്നതെന്നാണ് റിപ്പോർട്ട്. യുദ്ധം തുടങ്ങി ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമേരിക്ക $12 ബില്യൺ ചെലവഴിച്ചതായാണ് ഔദ്യോഗിക കണക്കുകൾ. അധിക ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പെന്റഗണിന്റെ ഈ നീക്കം US കോൺഗ്രസിൽ വലിയ എതിർപ്പുകൾക്കും കാരണമായിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പിന്തുണയിലും
സെനറ്റിൽ ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കുന്നതിനും വെല്ലുവിളിയാകും. ഇറാൻ യുദ്ധത്തിന് പൊതുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര പിന്തുണയില്ലാത്തതും ഭരണകൂടത്തിന് തിരിച്ചടിയാണ്. വിദേശ രാജ്യങ്ങളിലെ സൈനിക ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്ന വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയമാറ്റങ്ങളിൽ വിമർശിക്കുന്നവരുമുണ്ട്. മുമ്പ് ഉക്രൈൻ യുദ്ധത്തിനായി ജോ ബൈഡൻ ഭരണകൂടം നൽകിയ സഹായത്തെ ട്രംപ് നിരന്തരം പരിഹസിച്ചിരുന്നു. 2022 മുതൽ ഉക്രൈനായി $188 ബില്യൺ അമേരിക്ക ചെലവഴിച്ചത്. എന്നാൽ ഇറാൻ യുദ്ധത്തിനായി ഇതിലും വലിയൊരു തുക ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തികച്ചും വൈരുദ്ധ്യപരമായ നിലപാടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇത്തരത്തിൽ അമേരിക്ക ഇറാനെതിരായ പടപ്പുറപ്പാടിനായി വമ്പൻ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം പ്രത്യാക്രമണം ശക്തമാക്കുന്നു. ഇത് സൃഷ്ടിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്.